നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോക്രോച്ച് ജനതാ പാർട്ടി കേൾക്കുമ്പോൾ തന്നെ ചിരിയാണോ അതോ അട്ടഹാസമാണോ അതോ വിഷാദമാണോ, എന്താണ് സാധാരണക്കാരുടെ മനസ്സിൽ വരുന്നത്? ബി ജെ പിക്ക് ബദലായി സി ജെ പി പോലെ അല്ലെങ്കിൽ ബി ജെ പിക്ക് പണി കൊടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഈ രാജ്യത്ത് പുതുതായി കടന്നു വരേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കരവിരുതുള്ള പല ചെറുപ്പക്കാരും കൂടി ചേർന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ കത്തിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അതായത് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാജ്യത്തെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരെ പരിഹസിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി. അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരിൽ പലരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ യഥാർത്ഥത്തിൽ കോക്രോച്ചിനെ പോലെ, നമ്മൾ മലയാളത്തിൽ പറയുന്നതിനെ കൂറകൾ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ പാറ്റ എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ക്ഷുദ്ര ജീവികളെ പോലെയാണ് പെരുമാറുന്നത്. പാരസൈറ്റ്സ് ആണ് അവർ. മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കൃത്യമായി ഊറ്റി ജീവിക്കുന്നവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന അർത്ഥത്തിൽ. ഏതായാലും ഇന്ത്യയിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം മതേതര ഭാരതം എന്ന രീതിയാണ്. ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് പ്രതിജ്ഞ എടുത്ത പാർട്ടി നേതൃത്വമാണ് കോൺഗ്രസിനുള്ളത്. പക്ഷേ ബി ജെ പിയെ കെട്ടാൻ, ബി ജെ പിയെ കൃത്യമായി വരിഞ്ഞു മുറുകാൻ ഉതകുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് ഫലപ്രദമായി എല്ലാ സംസ്ഥാനത്തും നടത്തുന്നില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്കതിന് കഴിയുന്ന ഒരു സംവിധാനവും നിലവിലില്ല. എന്നാൽ അതിനെ മൊത്തത്തിൽ പൊളിച്ചെഴുതാൻ ഒരു പുതിയ നാഷണൽ ഇൻ്റഗ്രേഷൻ വരികയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അത്രയധികം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിയുകയാണ് സി ജെ പി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കിട്ടിബോധിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സാഹചര്യം. ഈ രാജ്യത്ത് 17ഓളം സംസ്ഥാനങ്ങളിൽ ബി ജെ പി മുഖ്യമന്ത്രിമാർ. ആന്ധ്രയിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയുടെ നേതൃത്വത്തിൽ NDA ഭരണം. ബീഹാറിൽ ഒടുവിൽ മുഖ്യമന്ത്രിയെ നേടിയെടുത്തു. ഇങ്ങനെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് ഇറുവിയെങ്കിലും അതിശക്തമായി ജനപിന്തുണയോടെ എന്ന് പറയാൻ പറ്റില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച് കൃത്യമായി SIR നടപടി എന്ന പുതുവേല ഉപയോഗിച്ച്, പുതിയ വിദ്യ ഉപയോഗിച്ച് സാധാരണക്കാരായ വോട്ടർമാരെ പലരെയും പട്ടികയിൽ നിന്നും പുറത്താക്കി പുതിയ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പല സംസ്ഥാനവും കൈയാളുകയാണ്. ബംഗാൾ അടക്കം പല മുന്തിയ സംസ്ഥാനങ്ങളും ബി ജെ പി ഇപ്പോൾ പോക്കറ്റിൽ വെച്ചിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതിനപ്പുറവും കേൾക്കേണ്ടി വരും. ഇത്രയും നാൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരായി ഇരുന്നവർ, ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ മുൻഗാമിമാർ, അവരെല്ലാം കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളെയും അതുപോലെ തന്നെ പാർലമെൻറ്റ് ഏകാധിപത്യ നടപടികളെയും ഒക്കെ ചോദ്യം ചെയ്തിരുന്നു. രാഷ്ട്രപതിയെ വരെ ചോദ്യം ചെയ്തു. എന്നാൽ ഇദ്ദേഹം ഇപ്പോൾ ബി ജെ പിക്ക് വിനീത വിധേയനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.